ബഹുമാന്യനായ അധ്യക്ഷ സഖാവെ, ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ ഭാരവാഹികളെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ രാജ്യത്ത് നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ 26-ാം തീയതിയാണ് കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കേരളക്കാരിയായിട്ടുള്ള കണ്ണൂരിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് ആനി രാജയാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സഖാവ് ആനി രാജയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സിറ്റിംഗ് MP ആയിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും മത്സരരംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വയനാട്ടിലെ മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്താകമാനമുള്ള ഇന്ത്യ സഖ്യം സംഘപരിവാറിന് എതിരായിട്ട് ഈ രാജ്യത്ത് ഫാസിസത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് രാജ്യത്ത് ഒരു മതനിരപേക്ഷ കൂട്ടായ്മ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം രാജ്യത്താകമാനം നടക്കുകയാണ്. ആ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് നേതാക്കന്മാർ തമ്മിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു ശ്രദ്ധയും വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPയുടെ മത്സരം, BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇവിടെ മത്സര രംഗത്ത് ഉള്ളതെങ്കിൽ പോലും BJPയുടെ മത്സരം എന്ന് പറയുന്നത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് തികച്ചും അപ്രസക്തമാണ്. അത് കഴിഞ്ഞ 3 തവണത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും BJPക്ക് 70,000-80,000-ത്തിലധികം വോട്ടിൽ ഒരു വോട്ട് പോലും വർദ്ധിപ്പിക്കാൻ കഴിയാത്ത മണ്ഡലമാണ്. ഈ BJPയെ വയനാട് ജില്ലക്കകത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും വിരലിലെണ്ണാവുന്ന മാത്രം സീറ്റുകളിൽ ഒതുക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ഒരു ജില്ലയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത്, വയനാട് പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നതും. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് ഇവിടെ ഈ മത്സരത്തിന് ഇറങ്ങുക എന്ന് പറയുന്നത് K സുരേന്ദ്രന് ഇലക്ഷനിൽ മത്സരിക്കണം, ഇലക്ട്രൽ ബോണ്ടിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇലക്ഷൻ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ സമ്പത്ത് അത് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് കുറേ അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു മത്സരം. അതിലപ്പുറം BJP ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് വേറെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. സുരേന്ദ്രൻ്റെ വരവിനെ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ രാഹുൽ ഗാന്ധിയും BJPയും തമ്മിലുള്ള മത്സരം K സുരേന്ദ്രൻ്റെ വരവോട് കൂടിയിട്ട് മത്സരത്തിൻ്റെ ചിത്രം അങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും വയനാട് ജില്ലയിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് ഒരു കാലഘട്ടത്തിലും BJPയുടെ Aയിലും Bയിലും Cയിലും പെടാത്ത Dയിലും താഴെ കിടക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാത്രമേ BJP പോലും വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തെ മനസ്സിലാക്കുള്ളൂ. ഒരർത്ഥത്തിൽ BJPയിലെ സംഘടനാ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് K സുരേന്ദ്രൻ എന്ന് പറയുന്ന അധ്യക്ഷനെ BJP നേതൃത്വത്തിന് അനഭിമതനായിട്ടുണ്ട്. അതുകൊണ്ട് വയനാട് ജില്ലക്കകത്ത് കൊണ്ടുവന്ന് തളക്കുകയാണ് എന്നാണ് ഞാൻ BJPയുടെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇവിടെ മത്സരം നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഒറ്റനവധിയായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് ആനി രാജ എന്ന് പറയുന്നത്. വയനാട് ജില്ലയെ സംബന്ധിച്ച് വലിയ ആവേശപൂർവ്വമാണ് സഖാവ് ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലത്തിലൂടെയൊക്കെ ഉള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ കാലങ്ങളേക്കാൾ കൂടുതലായിട്ട് ഇടതുപക്ഷത്തിന് വലിയൊരു സ്വീകാര്യതയാണ് ഈ മണ്ഡലത്തിനകത്ത് ലഭിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സഖാവ് ആനി രാജയെ
വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, കർഷക തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, ആദിവാസി ജനവിഭാഗങ്ങൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങളെല്ലാം തന്നെ വലിയ ആവേശത്തോടു കൂടി വ്യത്യസ്തമായിട്ടുള്ള സഖാവ് ആനി രാജയുടെ സമര പോരാട്ടങ്ങളെല്ലാം തന്നെ അവർ ഓർമ്മിച്ചെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് ആനി രാജ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സ്വയം പ്രചാരകരായി മാറുന്ന ഒരു കാഴ്ച വയനാട് ജില്ലക്കകത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു തെറ്റായ സന്ദേശമാണ് ഈ രാജ്യത്തിനകത്ത് നൽകുന്നത്. രാഹുൽ ഗാന്ധിയെ വലിയ പ്രതീക്ഷയോടുകൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു വയനാട് പാർലമെൻറ്റ് മണ്ഡലം 5 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഈ രാജ്യത്തിനകത്ത് ഫാസിസത്തിൻ്റെ കടന്നുവരവ് വലിയ ഭീതിയോടുകൂടി കണ്ടിട്ടുള്ള ഈ കേരളത്തിലെ ജനങ്ങൾ, അതിനോടൊപ്പം നിന്ന വയനാട്ടിലെ ജനങ്ങളും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യം വയനാട് ജില്ലക്കകത്ത് നിന്ന്, വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് നിന്ന് ലഭിച്ചത് 4,30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. അതൊന്നും കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ ലീഗിൻ്റെയോ ഒന്നും വോട്ടല്ല. ഇടതുപക്ഷത്തിൽ നിന്നുള്ള വോട്ടുകൾ പോലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളുടെ ഉയർന്ന രാഷ്ട്രീയ ബോധമാണ്, ഉയർന്ന മതനിരപേക്ഷ ബോധമായിരുന്നു. കാരണം ഫാസിസത്തിനെതിരായിട്ട് ഈ രാജ്യത്ത് വലിയൊരു മുന്നേറ്റമുണ്ടാകുമെന്നും ആ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിയുടെ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസിനും സാധിക്കുമെന്നും ആ നിലക്ക് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാസിസ്റ്റ് ഭരണാധികാരിയെ അധികാരത്തിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കുമെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരുമെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ വയനാട്ടുകാരുടെ ഉയർന്ന മതനിരപേക്ഷ ബോധമായിരുന്നു, ഉയർന്ന രാഷ്ട്രീയ ബോധമായിരുന്നു. എന്നാൽ ഇപ്പോൾ 5 വർഷങ്ങൾക്കിപ്പുറം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി വരുന്ന രാഹുൽ ഗാന്ധി 5 വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലേക്ക് എത്തിയ ജനങ്ങളുടെ മനസ്സിലുള്ള രാഹുൽ ഗാന്ധിയിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വയനാട്ടിലെ ജനങ്ങൾ എല്ലാ പ്രതീക്ഷയും നശിച്ച ഒരു MP ആയിട്ടാണ് വയനാട്ടിലെ ജനങ്ങൾ കാണുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ വയനാട്ടിലെ ജനങ്ങൾ വലിയ നിരാശരാണ്. എൻ്റെ അനുഭവത്തിൽ ഈ വയനാട് ജില്ലക്കകത്ത് കഴിഞ്ഞ തവണ ഈ BJP UDFിന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി, കൈപ്പത്തിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു നടന്ന പലരും ഇത്തവണ സഖാവ് ആനി രാജയെ വിജയിപ്പിക്കണം, രാഹുൽ ഗാന്ധി വയനാടിനൊരു ബാധ്യതയാണ് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന കാഴ്ചകൾക്കാണ്. എന്താണ് രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഫാസിസത്തിലേക്ക് നീക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളോ എന്നുള്ള പരിശോധന ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് വലിയ രീതിയിൽ നടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വയനാട്ടിലെ ജനങ്ങൾ ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം? പൗരത്വ ഭേദഗതി നിയമം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് വളരെയേറെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിനകത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഒരു അഭിപ്രായം പറയുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹത്തോട് പത്രക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട്, ഞാൻ രാത്രി ആലോചിച്ചിട്ട് രാവിലെ പറയാമെന്നാണ് പറയുന്നത്. ആ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഇതുവരെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിനകത്ത് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളുടെ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആശങ്കകൾ നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലും ഇവർക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. കൃത്യമായി പാർലമെൻറ്റിനകത്ത് പോയിക്കൊണ്ട് ഈ വിഷയത്തിനകത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു വിടുക മാത്രമല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ ചെയ്തത്. ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ ഒട്ടും കുറവ് വേണ്ട, അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 18 MP കേരളത്തിൽ നിന്ന് സമ്മാനിച്ചവരാണ്, UDFന് സമ്മാനിച്ചവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഈ സംഘപരിവാറിൻ്റെ ഈ നയസമീപനങ്ങൾക്കെതിരായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിന് ഈ പൗരത്വ ഭേദഗതി നിയമമടക്കമുള്ള നിയമങ്ങൾക്കെതിരായിട്ടുള്ള വോട്ടെടുപ്പുകൾ നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ MP
ആ വോട്ടെടുപ്പിനകത്ത് പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നയവുമായിട്ട്, ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരായിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം വയനാട്ടിലെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ അറിയുന്നതാണ്. ഇനി വയനാടിൻ്റേതായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നാണ് മനസ്സിലാക്കുന്നത്. സഖാക്കളും ഒരുപാട് തിരക്കിലാണ്, നമ്മളും ഇവിടെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഒട്ടനവധി തിരക്കുകൾക്ക് ഇടയിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് വയനാട് ഒരു പിന്നോക്ക ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദേശീയ നേതാവിൻ്റെ വരവ്, രാഹുൽ ഗാന്ധിയുടെ വരവൊക്കെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അന്ന് വയനാട്ടിലെ ജനത ഏറ്റെടുത്തത്. എന്നാൽ വയനാടിൻ്റെ ഒട്ടനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ സഖാക്കൾക്ക് എല്ലാവർക്കും അറിയാം. വയനാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് വയനാട്ടിലെ വന്യമൃഗ അക്രമം എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഈ വയനാട്ടിലെ മനുഷ്യർ വന്യമൃഗങ്ങളുടെ അക്രമങ്ങളിൽ മരണപ്പെടുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. എത്രയോ ആളുകളെ ആന ചവിട്ടിക്കൊല്ലുന്നു, എത്രയോ മനുഷ്യരെ കടുവ കടിച്ചു കൊല്ലുന്നു. കടുവ ഭക്ഷിച്ച പാതി ശരീരവുമായിട്ട് മാതാപിതാക്കൾ അലമുറയിട്ട് കരയുന്ന ചിത്രങ്ങൾ വയനാട് ജില്ലക്കകത്ത് നിന്ന് പുറത്തു വരുന്നു. ഇങ്ങനെ മനുഷ്യർ നിരന്തരം വന്യമൃഗങ്ങളുടെ, ആനയുടെ, കടുവയുടെ, കരടിയുടെ, പുലിയുടെ, കാട്ടുപന്നിയുടെ ഒക്കെ അക്രമത്തിന് ഇരയായിട്ട് മനുഷ്യർ കൊല ചെയ്യപ്പെടുമ്പോൾ പരിക്കേൽക്കപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് ഈ വയനാട് മാറുന്ന സമയത്ത് വയനാട്ടിലെ MP എന്നുള്ള നിലക്ക് ഈ വിഷയത്തിനകത്ത് ഇടപെടാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് വയനാടിൻ്റെ MP രാഹുൽ ഗാന്ധി. പക്ഷേ ഈ വിഷയത്തിനകത്ത് വനം നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഈ വിഷയങ്ങൾ ഓരോന്നുണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ വയനാട്ടിലൊരു മനുഷ്യനെ കടുവ പിടിച്ചു കഴിഞ്ഞാൽ, ആന ചവിട്ടി കൊന്നു കഴിഞ്ഞാൽ ഉടനെ രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതുന്ന രീതിയാണുള്ളത്. അപ്പോൾ വനം നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും എല്ലാം തന്നെ ഈ വയനാട്ടിലെ ജനതകളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. 1974 വനം വന്യജീവി നിയമം അത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് കൊണ്ടുവരുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് സോഷ്യൽ ഫോറസ്ട്രിയുടെ സാമൂഹ്യ വനവൽക്കരണവും നടപ്പിലാക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങളാണ് വയനാട്ടിലെ ഈ വന്യമൃഗ ശല്യത്തിന് ആധാരമായിട്ടുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, ഈ 1974 വനം വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യമൃഗങ്ങളെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് കാട്ടിനകത്ത് മനുഷ്യൻ കയറി കഴിഞ്ഞാൽ മനുഷ്യനെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമുണ്ട്. എന്നാൽ മനുഷ്യവാസ കേന്ദ്രങ്ങൾക്കകത്ത് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യൻ്റെ ജീവന് ആപത്തുണ്ടാക്കി കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ സ്വത്തുവകകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ കൃഷി നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണാൻ, ഈ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമോ ഒരു വ്യവസ്ഥയോ ഈ പറയുന്ന 1974 വനം വന്യജീവി വകുപ്പിനകത്തില്ല. മറ്റൊന്ന്, സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഫോറസ്റ്റുകൾക്കകത്തെല്ലാം തന്നെ തേക്ക് പോലെയുള്ള മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ കൊന്ന പോലെയുള്ള മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ അടിക്കാളുകൾ ഇല്ലാതെ ആവശ്യത്തിനുള്ള തീറ്റകൾ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം തന്നെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ ചെറിയ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവയെ ഇരതേടി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കടുവയും അതുപോലെ തന്നെ പുലിയും കരടിയും അടക്കമുള്ള ജീവികളൊക്കെ തന്നെ നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നത്. അതുപോലെ തന്നെ തീറ്റ തേടിയിട്ടാണ് കാട്ടാനയടക്കമുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ വന നിയമത്തിനകത്ത് കൃത്യമായ മാറ്റമുണ്ടാക്കണം. ആ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷക്കാലമായി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ പറയുന്നതിന് വേണ്ടി, ഈ തെരഞ്ഞെടുപ്പിനകത്ത് വയനാട്ടിലെ ജനങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ വരുന്ന സമയത്ത് ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് ഇടപെടാൻ പാർലമെൻറ്റിനകത്ത് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഒരു ചർച്ച, അതിൽ ഇടപെടുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ള എന്തെങ്കിലും ഒരു കത്ത് ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയതായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുമോ? ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് വയനാട്ടിലെ കർഷകരെ ബാധിക്കുന്ന രീതിയിൽ കർണാടക തീറ്റപ്പുൽ വയനാട്ടിലേക്ക് കയറ്റി വിടുന്നത് തടഞ്ഞത്. വയനാട്ടിൽ ഭൂവിസ്തൃതി കുറവാണ്,
ഈ പിന്നെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിലൊക്കെ വലിയ പരിമിതിയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ ഫോറസ്റ്റിൻ്റെ വിസ്തൃതി കൂടുതലാണ്, കൃഷിഭൂമി കുറവാണ്, ഈ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ വയനാട്ടുകാർ പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ആരാണ്? ഒന്ന് ഇഞ്ചി കൃഷിക്കാർ അന്യ സംസ്ഥാനമായ തൊട്ടടുത്തുള്ള കർണാടകയിലൊക്കെ പോയിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ വയനാട്ടിലെ ഈ പശു വളർത്തൽ പോലെയുള്ള ക്ഷീര കർഷകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ തീറ്റപ്പുല്ല് കർണാടകത്തിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഒരു ദിവസം കർണാടക ഗവൺമെൻറ് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഈ തീറ്റപ്പുല്ലിൻ്റെ കൃഷി തീറ്റപ്പുല്ല് വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആകെ തന്നെ നിരോധിക്കുകയാണ്. ആ നിരോധിക്കുന്ന ഘട്ടത്തിൽ കൃത്യമായി ഇടപെടാൻ കഴിയുന്ന ആളാണ് രാഹുൽ ഗാന്ധി. കർണാടക ഭരിക്കുന്നത് സിദ്ധരാമയ്യ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോഴും ആർക്കാണ്? കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തെഴുതുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഒക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സിദ്ധരാമയ്യ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയോട് ഈ വയനാട്ടിലെ കർഷകരെ ബാധിക്കുന്ന രീതിയിൽ, രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ കർഷകരെ ബാധിക്കുന്ന രീതിയിലുള്ള ഈ നിരോധനം എടുത്തു കളയാൻ വേണ്ടി പറഞ്ഞാൽ മതി. മറ്റൊന്ന്, രാത്രികാല ഗതാഗത നിരോധനം ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്നതാണ്. അത് കർണാടക ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞാൽ, കർണാടക ഗവൺമെൻറ് തടസ്സമില്ല, നോ ഒബ്ജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നീക്കാൻ കഴിയുന്നതാണ് രാത്രികാല ഗതാഗത നിരോധനം. പക്ഷേ അതിനകത്ത് ഇടപെടുന്നതിന് വേണ്ടി 5 വർഷമായിട്ട് വയനാട് MP ആയിട്ട് മാറിയിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടോ? അതിൻ്റെ മുൻപ് 10 വർഷവും UDFൻ്റെ MP ആയിരുന്നു, MI ഷാനവാസ് ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ 2 തവണ കർണാടക കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സിദ്ധരാമയ്യ ഇതിൻ്റെ മുൻപും കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. ആ കാലഘട്ടത്തിലും ഇപ്പോൾ സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ വയനാടിൻ്റെ MP ആയിരിക്കുന്ന ഘട്ടത്തിലും വയനാട്ടിലെ രാത്രികാല ഗതാഗത നിരോധനം, വയനാട്ടിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ട്, വയനാട്ടിൽ നിന്ന് എത്രയോ കുട്ടികൾ ബാംഗ്ലൂരിലൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അവരുടെ യാത്രാ സ്വാതന്ത്ര്യം തടഞ്ഞിട്ട്, എത്രയോ കർഷകർ കർണാടകത്തിനകത്ത് കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ട് ഒന്ന് ഇടപെടുന്നതിന് വേണ്ടി, ഒരു ചെറുവിരൽ അനക്കുന്നതിന് വേണ്ടി ഇതുവരെ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടോ? പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ത്യയുടെ ഒരു പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് നടന്നത്. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന പേരിൽ അവിടെ വന്നിട്ടുള്ള പൂന്നൂണ് അണിഞ്ഞിട്ടുള്ള ചില ബ്രാഹ്മണന്മാരുടെ നേതൃത്വത്തിലാണ് അവർ നടക്കുന്നത്. ആ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഈ രാജ്യത്തിന് നൽകുന്ന കൃത്യമായ സന്ദേശം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം 2025 ഞങ്ങൾ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റും. 2024 ഞങ്ങൾക്ക് അധികാരം 4/3 ഭൂരിപക്ഷത്തോടു കൂടി ലഭിച്ചു കഴിഞ്ഞാൽ 2025 ഞങ്ങൾ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റും. 2025 RSSനെ സംബന്ധിച്ച് അവരുടെ മാന്ത്രിക വർഷമാണ്. ആ വർഷത്തെ കുറിച്ച് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ കാണുന്നത്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടനയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSS എന്ന് പറയുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം RSS ഈ രാജ്യത്ത് ചർച്ചയാകുന്നത് ഇന്ത്യൻ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യ മതരാഷ്ട്രവാദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ കലാപമുണ്ടാക്കിയപ്പോൾ ആ കലാപബാധിത പ്രദേശങ്ങളിലൂടെ ഒരു കയ്യിൽ ഖുറാനും മറുകൈയിൽ ബൈബിളും പിടിച്ചുകൊണ്ട് കലാപമുണ്ടാക്കരുത്, ഞാനൊരു ഹിന്ദുവാണ്, ഒരു ഹിന്ദു മതവിശ്വാസിയാണ്, ഞാനൊരു സനാതന ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കലാപബാധിത പ്രദേശങ്ങളിലൂടെ കണ്ണുനീരൊലിപ്പിച്ച് നടന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്നുകൊണ്ടാണ് RSS സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അതിൻ്റെ സാന്നിധ്യം അറിയിച്ചത്. ആ RSS രൂപീകരിച്ചിട്ട് 100 വർഷം പൂർത്തീകരിക്കുന്ന വർഷമാണ് 2025 എന്ന് പറയുന്നത്. ആ 2025 ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കുന്നതിന് വേണ്ടി, മതരാഷ്ട്രം എന്ന് പറയുന്നത് ഈ നാട്ടിലെ നിഷ്കളങ്കരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ഹിന്ദു മതവിശ്വാസികളുടെ അവരുടെ ഹിന്ദു രാഷ്ട്രമല്ല, പൊളിറ്റിക്കൽ ഹിന്ദുത്വയാണ്. അതാണ് RSSൻ്റെ അജണ്ട എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇന്ത്യ,
വിരാട് പുരുഷൻ്റെ തലയിൽ നിന്ന് ബ്രാഹ്മണനും, അവൻ്റെ നെഞ്ചിൽ നിന്ന് ക്ഷത്രിയനും, അവൻ്റെ തുടയിൽ നിന്ന് വൈശ്യനും, അവൻ്റെ കാൽപാദത്തിൽ നിന്ന് ശൂദ്രനും, അതിന് പുറത്തു നിൽക്കുന്നവരൊന്നും തന്നെ ഈ നാട്ടിലെ മനുഷ്യരായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. അവരിവിടെ ജീവിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. ഇവിടെ ചാത്തനെന്നും പറയനെന്നും പുലയനെന്നും തീയനെന്നും ഒക്കെ പറയുന്ന ഈ നാട്ടിലെ, അതുപോലെ തന്നെ ദളിതൻ, പിന്നോക്കക്കാരൻ, ആദിവാസി ജനവിഭാഗങ്ങൾ, അവരെയൊന്നും ഞങ്ങൾ ഹിന്ദുവായിട്ട് അംഗീകരിക്കുന്നേ ഇല്ല. ഞങ്ങൾ പറയുന്ന ഹിന്ദു എന്ന് പറയുന്നത് ഈ ചാതുർവർണ്ണ്യത്തിന് അകത്തു നിൽക്കുന്നവരാണ്. അവരെ ഉൾക്കൊള്ളുന്ന, അവർക്ക് വേണ്ടിയുള്ള ഹിന്ദുരാഷ്ട്രം, ആ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വയിലൂടെ RSS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ പൊളിറ്റിക്കൽ ഹിന്ദുത്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദുരാഷ്ട്രം ഈ രാജ്യത്തിനകത്ത് ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ ആ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിന് വേണ്ടി പണ്ട് രാജവാഴ്ചയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഈ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ടിട്ടുള്ള, ഈ രാജ്യത്തിൽ നിന്ന് മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുള്ള അധികാരത്തിൻ്റെ, ഏകാധികാര പ്രവണതയുടെ, രാജാധികാരത്തിൻ്റെ ചെങ്കോല് കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരം, ആ മന്ദിരം RSS 2025 ഇന്ത്യയെ മതരാഷ്ട്രമാക്കുമ്പോൾ അതിൻ്റെ ആസ്ഥാന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരം ആരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്? എന്താണ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാർലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ രാജ്യസഭയും ഇന്ത്യയുടെ ലോകസഭയും ഇന്ത്യയുടെ പ്രസിഡന്റും ചേരുന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അധികാരമില്ല. അത് ഭരണഘടനാനുസൃതമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഭരണഘടനാനുസൃതമായിട്ടുള്ള ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അത് രാജ്യസഭയും ലോകസഭയും ഉൾക്കൊള്ളുന്നതാണ്. അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയും കൂടി ചേർന്ന് കഴിഞ്ഞാലേ അത് പൂർത്തീകരിക്കുകയുള്ളൂ. ആ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ തറക്കല്ലിടൽ നിർവഹിച്ചത് നരേന്ദ്രമോദി. അതിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് നരേന്ദ്രമോദി. അതിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല ഹൈന്ദവ സന്യാസിമാരെ, ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്നുകൊണ്ട് മതേതര ഇന്ത്യയുടെ, മതനിരപേക്ഷ ഇന്ത്യയുടെ മുഖത്ത് കരിവാരി തെച്ചുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് ഈ മതനിരപേക്ഷ രാജ്യത്തിൻ്റെ മുൻപിൽ ഈ മതരാഷ്ട്രത്തിലേത് എന്നതുപോലെയുള്ള ഒരു പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമാണ് അവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞത്. മറ്റൊന്ന്, ഈ നാട്ടിലെ പിന്നോക്ക ജനവിഭാഗങ്ങളോട്, ദളിതരോട്, ചാതുർവർണ്ണ്യത്തിന് പുറത്തുള്ളവരോട് RSSൻ്റെ സമീപനം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് ആ ഉദ്ഘാടനത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രസിഡന്റ് RSS കൊട്ടിഘോഷിച്ചു പറഞ്ഞതാണ്. നമ്മുടെ ആദിവാസി കോളനികളിലൊക്കെ പറഞ്ഞു, ദളിതയായിട്ടുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ദ്രൗപദി മുർമുവിനെയാണ് RSS ഇന്ത്യയുടെ പ്രസിഡന്റാക്കിയത് എന്ന്. എന്നാൽ ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രമായി മാറാൻ വേണ്ടി പോകുന്ന ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അവിടെ ബ്രാഹ്മണന്മാരായിട്ടുള്ള ഈ പൂനൂൽധാരികൾ, അവർ വേദങ്ങൾ ഉച്ചരിക്കുന്ന ഘട്ടത്തിൽ ആ വേദങ്ങൾ കേൾക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട്, അത് ഇന്ത്യയുടെ പ്രസിഡന്റായാലും ശരി, ദളിതരായിട്ടുള്ള ആളുകളെ, അവരുടെ കുറിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇന്നതാണ് എന്ന് കൃത്യമായ സന്ദേശമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രസിഡന്റിനെ മാറ്റി നിർത്തിയതിലൂടെ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടം, സംഘപരിവാർ ഭരണകൂടം ഈ രാജ്യത്തിന് നൽകുന്ന കൃത്യമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു, അതിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ വരുതിയിലാക്കുന്നതിന് വേണ്ടി ഭരണഘടനാനുസൃതമായിട്ടുള്ള ഫെഡറൽ സംവിധാനങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ഏകാധികാര പ്രവണതയിലേക്ക് പോകുന്ന ഒരു രീതി പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. തങ്ങളുടെ വരുതിയിലേക്ക് വരാത്ത എല്ലാ സർക്കാരുകളെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും തങ്ങളുടെ കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വരുതിയിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതെല്ലാം തന്നെ ഈ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്ത് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായി നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കണ്ടിരുന്നത് ഗാന്ധിജിയുടെ കോൺഗ്രസ് ആയിട്ടാണ്. അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ കോൺഗ്രസ് ആയിട്ടാണ്.
ബാബറി മസ്ജിദ് വിഷയം നമുക്കറിയാം. പരമോന്നത നീതിപീഠം ഇടപെട്ടതുകൊണ്ടും അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകിയതുകൊണ്ടും ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളെല്ലാം തന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് അതിനോട് മൗനം പാലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അത് ഹൈന്ദവ വിധി പ്രകാരം ഹൈന്ദവ മത വിശ്വാസത്തിൻ്റെ ആളുകൾ നിർവഹിക്കേണ്ട ഉദ്ഘാടനം ഒരു രാഷ്ട്രീയ നേതൃത്വം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഈ രാജ്യത്തെ ഏതോ ഔദ്യോഗിക സംവിധാനത്തിലുള്ള ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ, നമ്മുടെ നാട്ടിലുള്ള ഏതോ ഒരു പൊതു റോഡോ അല്ലെങ്കിൽ പൊതു പാലമോ അല്ലെങ്കിൽ ഒരു പൊതു നിർമ്മാണമോ ഒരു പൊതു സ്റ്റേഡിയമോ ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ ഒരു മതവിശ്വാസികളുടെ അവരുടെ ആരാധനാ കേന്ദ്രത്തെ, പ്രത്യേകിച്ച് വലിയ തർക്കമുണ്ടായിരുന്ന ഒരു ആരാധനാ കേന്ദ്രത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഈ രാജ്യത്തൊരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് ഒരു വോട്ട് ബാങ്കാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ നടത്തുന്നത് നമുക്ക് കണ്ടു. തീവ്ര ഹിന്ദുത്വ നിലപാടിലൂടെ ഈ രാജ്യത്തിനകത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ റദ്ദു ചെയ്തുകൊണ്ട് മനുസ്മൃതിയെ ഇന്ത്യയുടെ ഭരണഘടനയാക്കിക്കൊണ്ട് ഒരു സവർണ ഫാസിസ്റ്റ് ഇന്ത്യ സ്ഥാപിക്കലാണ് RSSന്റെ ലക്ഷ്യം എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണ നേതൃത്വം, സംഘപരിവാർ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അവിടെ കോൺഗ്രസിനെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടിരുന്നത്. അതാണ് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിനകത്തു പോലും സംഭവിച്ചിട്ടുള്ളത്. ഇതിന് എതിരായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് കോൺഗ്രസിനെ കണ്ടു. അതിന് കാരണമെന്ന് പറയുന്നത്, മുൻപ് ഈ രാജ്യത്തിനകത്ത് ഈ ഫാസിസ്റ്റ് സംവിധാനത്തെ തകർത്തെറിയുന്നതിന് വേണ്ടി 1ാം UPA ഗവൺമെൻറ് ഉണ്ടായി. അവിടെ കൃത്യമായ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് 1ാം UPA ഗവൺമെൻറ് ഉണ്ടായതെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിച്ചത്. ആ 1ാം UPA ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും രാജ്യത്ത് അല്പമെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷയിൽ രാജ്യത്ത് ഈ ഫാസിസത്തെ തകർത്തുകൊണ്ട് വീണ്ടും കോൺഗ്രസ് വരുമെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പറയുന്ന വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ 5 വർഷക്കാലം BJPയുടെ ഒരു B ടീമായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ഒരു ജോഡോ യാത്ര ആദ്യം പോയി. ഇവിടെ കേരളത്തിൽ നിന്ന് ആ ജാഥ എങ്ങനെ പോയിട്ട് നമ്മുടെ വയനാടിൻ്റെ അതിർത്തിയിലൂടെ തമിഴ്നാട്ടിലേക്ക് കടന്ന് കർണാടകയിലേക്ക് ചെന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ തലയിൽ തൊപ്പിയിട്ടുകൊണ്ട് പച്ച ഷാളും ധരിച്ച് കയ്യിൽ തസ്ബീമാലയും പിടിച്ച് ഒരു മുസ്ലിം വേഷധാരി ആയിട്ടും, അതുപോലെ തന്നെ ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവിടങ്ങളിൽ രുദ്രാക്ഷമാലയിട്ട് നെറ്റിയിൽ കുറിതൊട്ട് ഭസ്മം വാരി പൂശി ഒരു ഹൈന്ദവ സന്യാസിയെ പോലെയും അങ്ങനെ ഫാഷൻ ഷോ നടത്തിയിട്ട്, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഇത്തരത്തിൽ സ്കൂളുകളിൽ കുട്ടികളൊക്കെ നടത്തുന്നത് പോലെയുള്ള പ്രച്ഛന്ന വേഷ മത്സരത്തിൽ പോകുന്ന ഒരാളെ പോലെ ഒരു കുട്ടിക്കളിയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കാണുന്ന ഒരു ആളായിട്ടാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഗൗരവകരമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കാണുന്നേയില്ല. ഈ ഭൂരിപക്ഷ തീവ്ര ഹിന്ദുത്വ നിലപാടിനെതിരായിട്ട് ഒരു എന്താ പറയുക, മൃദു ഹിന്ദുത്വ സമീപനം കൊണ്ട് ഇതിനെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയാമെന്ന ഒരു മിഥ്യാധാരണയിലാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് എന്ന് വയനാട്ടിലെ ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി സ്വയം ഞാൻ രാമനാണ് എന്ന് നരേന്ദ്രമോദി സ്വയം അവരോധിച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ നരേന്ദ്രമോദിക്ക് എന്ത് അവകാശം എന്ന് ചോദിക്കേണ്ട കോൺഗ്രസും രാഹുൽ ഗാന്ധിയും, പകരം നരേന്ദ്രമോദി രാമനാണെങ്കിൽ ഞാൻ ഹനുമാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാന്റെ വേഷം ധരിച്ചുകൊണ്ട് ഈ ഇന്ത്യയിലെ ഒരു മതേതരത്വ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ്, കോൺഗ്രസ് ഉയർത്തിക്കാണിക്കുന്ന നേതാവ് ഇത്തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ചുകൊണ്ട് രാജ്യത്ത് പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചകൾ അത് വലിയ രീതിയിലുള്ള നിരാശയാണ് വയനാട്ടിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും നൽകുന്നത്. മറ്റൊന്ന്, ഈ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കേണ്ടത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലാണോ? കേരളത്തിൽ BJPക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ BJPക്ക് നിയമസഭയിൽ ഒരു അംഗമുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി ആ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിനകത്ത് ആ അക്കൗണ്ട് പൂട്ടി. പക്ഷേ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ദുരൂഹതയാണ് UDFൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഷാഫി പറമ്പലിൻ്റെ വടകരയിലെ മത്സരം
അത് വയനാട്ടിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ വടകരയിൽ പോയി മത്സരിക്കുന്നത് BJPക്ക് കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടിയാണ്. വടകരയിൽ BJPയുടെ വോട്ട് വാങ്ങിയിട്ട് വിജയിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ ശ്രമിക്കുമ്പോൾ ഷാഫി അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലം BJPക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ നടക്കുന്ന മണ്ഡലമാണ്. അങ്ങനെയുള്ള ആ മണ്ഡലത്തിനകത്ത് കേരളത്തിലെ നിയമസഭക്കകത്ത് അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി BJPയുടെ ഒരു പ്രതിനിധിയെ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന, ഒരു ചർച്ച ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ചർച്ച വലിയ രീതിയിൽ വയനാട് ജില്ലക്കകത്ത് നടക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിനെ വലിയ രീതിയിൽ വയനാട് ജില്ലക്കകത്തൊക്കെ തന്നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മറ്റൊന്ന് KC വേണുഗോപാലിൻ്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം. ആലപ്പുഴക്കകത്ത് BJPയുടെ വോട്ട് വാങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് രാജ്യസഭയിൽ ഈ BJP മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് പലപ്പോഴും രാജ്യസഭക്കകത്താണ്. അവിടെ ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കുറഞ്ഞ സീറ്റുകളുടെ കുറവ് മാത്രമാണുള്ളത്. രാജസ്ഥാനിൽ 2 വർഷം ഇനിയും ഉണ്ട് എന്നിരിക്കെ അവിടെ നിന്ന് രാജിവെച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPയുടെ ഒരു അംഗമാണ് രാജ്യസഭയിലേക്ക് പോകുക എന്ന് ഉറപ്പുണ്ട് എന്നിരിക്കെ 2 വർഷക്കാലം ഇനിയും MP സ്ഥാനത്ത് തുടരാൻ കഴിയുന്ന KC വേണുഗോപാലിൻ്റെ ഈ മത്സരം എന്ന് പറയുന്നത് BJPയുമായിട്ടുള്ള ഒരു അന്തർധാര, അവരുമായിട്ടുള്ള ഒരു കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ചർച്ചയും മണ്ഡലത്തിൽ വലിയ സജീവമായി നടക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലുള്ള KC വേണുഗോപാൽ. ആ നിലക്ക് തന്നെ വയനാട്ടിൽ വേണുഗോപാലിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നത് ഈ രീതിയിൽ BJPയുമായിട്ടുള്ള ഒരു ലിങ്കിൻ്റെ ഭാഗമായിട്ട്. ഇനി ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസ്സിന് അധികാരത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും വിജയിച്ച് MP ആയി കിട്ടിയാൽ മതി, ബാക്കി അവിടെ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ സ്പേസ് അവിടെ കൃത്യമായിട്ട് ഉണ്ടാകും, നരേന്ദ്രമോദിയുടെ അടുക്കൽ ഞങ്ങൾ ഭദ്രമായിരിക്കും, ആ സൂചന ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നൽകിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ BJPയിലേക്ക് പോകുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു മടിയുമില്ല, എന്താ കുഴപ്പം എന്ന് ചോദിച്ച അധ്യക്ഷനാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് BJP ആകാൻ ഒരു മടിയുമില്ല എന്നുള്ള കൃത്യമായ സന്ദേശം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസിൻ്റെ ഇതര സംസ്ഥാനങ്ങളിലുള്ള പല മുഖ്യമന്ത്രിമാരും MLAമാരും MP മാരൊക്കെ തന്നെ BJPയായി മാറിയ സാഹചര്യത്തിൽ ആ സൂചനകൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായി വരുന്നുണ്ട്. വിഷയവും വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് വലിയ ചർച്ചയായി മാറുകയാണ്. അപ്പോൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് വയനാട് ഒരു പിന്നോക്ക പ്രദേശമാണെങ്കിൽ പോലും ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം നൽകിയത്. പക്ഷേ ഇപ്പോൾ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം വയനാട് നെഞ്ചേറ്റിരിക്കുകയാണ്. ബിൽക്കിസ് ബാനു കേസൊക്കെ വയനാട്ടിൽ സജീവ ചർച്ചയാണ്. വയനാടിനകത്ത് ഇതാ കോൺഗ്രസിൻ്റെ ഇഹ്സാൻ ജിഫ്രി എന്ന് പറയുന്ന ഒരു MP ഈ കലാപത്തിൻ്റെ നാളുകളിൽ ഗുജറാത്തിനകത്ത് ചുട്ടുകൊന്നു. അയാളുടെ കൂടെ കുറേ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും ചുട്ടുകൊന്നു. പക്ഷേ ഇഹ്സാൻ ജിഫ്രിയുടെ ഒരു MP ആയിരുന്നിട്ട് പോലും ഇഹ്സാൻ ജിഫ്രിയുടെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമപരമായ ഇടപെടൽ നടത്താനും കുറ്റവാളികളെ ശിക്ഷിപ്പിക്കുന്നതിനും വേണ്ടി കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ സാധിച്ചിട്ടില്ല. പക്ഷേ നിരാലംബരായിട്ടുള്ള മനുഷ്യരെ ആക്രമിച്ച പ്രതികളെ വെറുതെ വിടുന്ന അതിക്രൂരമായി 3 വയസ്സുള്ള ഒരു കുട്ടിയെ കാലിൽ പിടിച്ച് നിലത്തടിച്ച് തലച്ചോറ് ചിതറുമ്പോൾ പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ജയശ്രാം ശ്രീറാം വിളികളോടുകൂടി എതിരേറ്റുള്ള സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ പ്രതികളെ വെറുതെ വിട്ട BJPയുടെ നടപടികൾക്കെതിരായി, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നടപടിക്കെതിരായിട്ട് രാഷ്ട്രീയ പോരാട്ടവും നിയമ പോരാട്ടവും നടത്തിക്കൊണ്ട് ആ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത സഖാവ് ആനി രാജയുടെയും അതുപോലെ തന്നെ വൃന്ദ കാരാട്ടിൻ്റെയും ഒക്കെ പോരാട്ടം വയനാട്ടിൽ സജീവ സാന്നിധ്യമാണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ BJPയുടെ ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരായിട്ട് MP-യുടെ എല്ലാ പ്രിവിലേജും ഉണ്ടായിട്ടും ഡൽഹിയിൽ തൻ്റെ കൺമുമ്പിൽ ഈ മതന്യൂനപക്ഷങ്ങളെ പോയി സംരക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയതായിട്ട് ഈ വയനാട്ടിനകത്ത് ഒരു ചർച്ചയുമില്ല. എന്നാൽ ആ ബുൾഡോസറിൻ്റെ മുമ്പിൽ പോയിട്ട് കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആനി രാജ കാണിച്ചിട്ടുള്ള, വൃന്ദ കാരാട്ട് കാണിച്ചിട്ടുള്ള ഒക്കെ തൻ്റെ ഇടം വയനാട് സജീവമായിട്ടുള്ള ചർച്ചയാണ്. ഇവർ വിജയിച്ചു കഴിഞ്ഞാൽ
തൻ്റെ ഇടത്തോടു കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. നരേന്ദ്രമോദിയെ കണ്ടു കഴിഞ്ഞാൽ കണ്ണിറുക്കി കാണിക്കാനും കെട്ടിപ്പിടിക്കുന്നതിനും വേണ്ടി പോകില്ല. വിദേശ ടൂറ് പോകുന്നതിന് വേണ്ടിയിട്ടും പബ്ബുകളിൽ പോകുന്നതിന് വേണ്ടിയിട്ടും കടലിൽ ചാടാൻ പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കോമാളി നേതാവായിട്ട് ആനി രാജ മാറില്ല. കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റായി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വിഷയങ്ങൾക്കകത്തുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ നല്ല തോതിൽ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ട്. തൊട്ടടുത്തുള്ള സത്യമംഗലം, കർണാടകത്തിലെ സത്യമംഗലം, അവിടെയുള്ള കുറേ തമിഴ് സ്ത്രീകൾ ആനി രാജയുടെ ഇലക്ഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ജില്ലക്കകത്ത് വന്നിരുന്നു. വീരപ്പൻ വേട്ടയുടെ കാലഘട്ടങ്ങളിൽ വീരപ്പനെ പിടിക്കുന്നതിന് വേണ്ടി അവിടെ രൂപീകരിച്ച പ്രത്യേക സേനാ വിഭാഗത്തിൻ്റെ അതിക്രൂരമായ അക്രമത്തിന് ഇരയായിട്ട് നിരവധിയായിട്ടുള്ള കുടുംബനാഥന്മാർ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു. ആ വീടുകളിൽ കടന്നു ചെന്ന് ആ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നടത്തിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിൽ നിന്ന് ഓരോ കുടുംബങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ സഖാവ് ആനി രാജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സത്യമംഗലത്തൊക്കെ ആ പ്രദേശങ്ങളിലെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ദൈവങ്ങളോടൊപ്പം തന്നെ സഖാവ് ആനി രാജയുടെ ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും. അവിടെയുള്ള സ്ത്രീകൾ വന്ന് ഈ കൽപ്പറ്റ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി. കൽപ്പറ്റയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റാണ് സഖാവ് ആനി രാജ, അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സഖാവ് ആനി രാജയെ വിജയിപ്പിക്കണം. അതോടൊപ്പം തന്നെ മണിപ്പൂർ ഇന്ത്യയുടെ കണ്ണുനീരാണ്. ആദിവാസി ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ അവിടെ കൊന്നു തള്ളി വംശീയ കലാപം RSSന്റെ സ്പോൺസേർഡായിട്ട് നടക്കുന്ന സമയത്ത് ബീരൻ സിംഗ് എന്ന് പറയുന്ന BJPയുടെ മുഖ്യമന്ത്രിയുടെ സ്പോൺസർഷിപ്പിൽ നടക്കുമ്പോൾ, നരേന്ദ്രമോദി കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോൾ, അമിത്ഷാ കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോൾ, പോലീസിന്റെ ലാത്തിയും തോക്കും എല്ലാം തന്നെ കലാപകാരികളുടെ കൈകളിലാകുമ്പോൾ ഇന്ത്യയുടെ കണ്ണുനീരായിട്ട് നമ്മുടെ സഹോദരിമാർ അവിടെ നഗ്നരാക്കി തെരുവിലൂടെ വലിച്ചിഴക്കപ്പെട്ടു, ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അവിടെയുള്ള മൈതാനങ്ങളിൽ കൊണ്ടുപോയിട്ട് അവരുടെ തലയോട്ടി ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു തകർക്കുന്ന വാർത്തകൾ ഈ രാജ്യത്തിൻ്റെ കണ്ണുനീരായി പുറത്തു വന്നു. ആ വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിൽ ആ പ്രദേശത്ത് കടന്നു ചെന്നുകൊണ്ട്, ആ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട്, ഇത് ഗവൺമെന്റിന്റെ സ്പോൺസേഡ് ഭീകരവാഴ്ചയാണ്, സ്പോൺസേഡ് കലാപമാണ്, ഇതിൽ നരേന്ദ്രമോദി കുറ്റക്കാരനാണ്, അമിത്ഷാ കുറ്റക്കാരനാണ്, BJPയുടെ മുഖ്യമന്ത്രി ബീരൻ സിംഗ് കുറ്റക്കാരനാണ് എന്ന് തൻ്റെ ഇടത്തോടു കൂടി പ്രഖ്യാപിച്ച നേതാവാണ് ആനി രാജ. അതിൻ്റെ ഭാഗമായിട്ടോ സഖാവ് ആനി രാജക്കെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കേസെടുത്തത്. അപ്പോൾ സഖാവ് ആനി രാജ രാജ്യദ്രോഹ കുറ്റം വന്നു കഴിഞ്ഞാൽ അത് ഭയന്നുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ ED ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികളെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഭയന്നുകൊണ്ട് അവരുടെ കാൽക്കീഴിൽ രാഷ്ട്രം നമിക്കാനല്ല പോയത് ചില കോൺഗ്രസിൻ്റെ MPമാരെ പോലെ. പകരം ഈ പാവപ്പെട്ട നിസ്വവർഗ മനുഷ്യരുടെ കൂടെ, ഈ നിസ്വരായിട്ടുള്ള മനുഷ്യരുടെ കൂടെ, ഈ അതിക്രമത്തിൽപ്പെട്ട മനുഷ്യരുടെ കൂടെ, ഈ പാവപ്പെട്ട ആദിവാസികളുടെ കൂടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പോരാടുന്നത് രാജ്യദ്രോഹമാണെങ്കിൽ ആ രാജ്യദ്രോഹിയായി അറിയപ്പെടാൻ ആണ് എനിക്ക് ഇഷ്ടമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ നിന്ന് നടത്തുന്ന ആനി രാജയുടെ പോരാട്ടം വയനാട് ജില്ലക്കകത്ത് സജീവമായിട്ടുള്ള ചർച്ചയാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണ നയങ്ങളുടെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെടുന്ന, തൊഴിലിടങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന നൂറുകണക്കിന് തൊഴിലാളികളുടെ നാടാണ് വയനാട് എന്ന് പറയുന്നത്. മുൻപ് കോൺഗ്രസ് നടത്തിയിട്ടുള്ള സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ടും ഇപ്പോൾ BJPയുടെ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ടും തൊഴിലിടങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ നാടാണ് വയനാട് എന്ന് പറയുന്നത്. പാവപ്പെട്ട ആദിവാസികളുടെ നാടാണ് വയനാട് എന്ന് പറയുന്നത്. പാവപ്പെട്ട കർഷകരുടെ നാടാണ് വയനാട് എന്ന് പറയുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യരെല്ലാം തന്നെ ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ളവരാണ് എന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ പൊതുവായിട്ടുള്ള ഇടതുപക്ഷ മുന്നേറ്റത്തോടൊപ്പം നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ശ്രമം നടത്തുകയാണ്. സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ ശ്രമിക്കുകയും ആ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കേരളത്തിലെ ചില പ്രവർത്തനങ്ങൾ മുടക്കം സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായി ക്ഷേമ പെൻഷനുകൾ കുറച്ച് മാസങ്ങൾ കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അത് വലിയ പ്രചരണങ്ങളായി നടത്തുകയും അത് ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മയായി കാണിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ കേരളം വലിയ നിയമ പോരാട്ടമാണ് നടത്തിയത്. കേരളത്തിലെ ഇടതുപക്ഷം, കേരളത്തിലെ UDFന്റെ MPമാർ
കേരളത്തിനെ എല്ലാ സാമ്പത്തികമായി ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന സമയത്ത് കമാ എന്നൊരക്ഷരം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് മുണ്ടിയിട്ടില്ല. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള നിയമപരമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഈ സംസ്ഥാനത്തിന് കടമെടുത്തുകൊണ്ട് പ്രവർത്തനം നടത്താനുള്ള അനുമതി കോടതിയിൽ നിന്ന് കിട്ടിയപ്പോൾ ആദ്യം കടമെടുത്ത പണം കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആദ്യത്തെ നാണയത്തുട്ടുകൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട പെൻഷൻ വാങ്ങുന്ന വന്ധ്യവയോധികരായിട്ടുള്ള മനുഷ്യർക്കുള്ളതാണ്, വിധവകൾക്കുള്ളതാണ്, അഗതികൾക്കുള്ളതാണ്, ഈ നാട്ടിലെ അംഗപരിമിതർക്കുള്ളതാണ്, അവശരണരായിട്ടുള്ള ജനങ്ങൾക്കുള്ളതാണ് എന്ന കൃത്യമായ സന്ദേശമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകിയിട്ടുള്ളത്. ആദ്യം കിട്ടിയ പണം കൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ കാണിച്ചുള്ള കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മനസ്സ് ഈ വയനാട്ടിലെ ജനതയും തിരിച്ചറിയുന്നുണ്ട്. ഈ എല്ലാ കാലഘട്ടത്തിലും, പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ, ഈ നാടിൻ്റെ ദുരിതങ്ങളിലെല്ലാം തന്നെ ഈ ജനതയെ ചേർത്തു നിർത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഗവൺമെൻറ്റിന് കരുത്തു പകരാനും ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് നട്ടെല്ലു പണയം വെക്കാതെ ഉയർന്നു നിന്നുകൊണ്ട് ഇപ്പോൾ സഖാവ് എളമരം കരീമിനെ പോലെ, സഖാവ് ജോൺ ബ്രിട്ടാസിനെ പോലെ, ബിനോയ് വിശ്വത്തിനെ പോലെ, സഖാവ് ആരിഫിനെ പോലെ, കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ടായിരുന്ന സഖാവ് MP രാജേഷിനെ പോലെ, സഖാവ് ശ്രീമതി ടീച്ചറെ പോലെ, സമ്പത്തിനെ പോലെ ഒക്കെയുള്ള ഇടതുപക്ഷ MP-മാരുടെ ശബ്ദമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് മുഴങ്ങിക്കേൾക്കാൻ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP-മാർ തെരഞ്ഞെടുത്തു പോകണമെന്ന് കേരള ജനത പൊതുവിൽ തിരിച്ചറിയുന്നുണ്ട്. ആ പൊതുവായിട്ടുള്ള തിരിച്ചറിവ് വയനാട്ടിലെ ജനങ്ങൾക്കും നല്ല രീതിയിലുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വലിയ പരീക്ഷണമാണ്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിനകത്ത് ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കയ്പുനീരറിയാൻ വേണ്ടി പോകുന്നത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിനകത്താണ്. 26-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ജനങ്ങൾ വിധിയെഴുതുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിന് ശക്തി പകരാനാണ്, ഇന്ത്യയിലെ ഫാസിസത്തിനെതിരായിട്ടാണ്, ആനിരാജക്കൊപ്പം നിന്നുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഖാക്കളെ, കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാകുന്ന പൊതുമുന്നേറ്റത്തോടൊപ്പം വയനാടും ഉണ്ടാകും എന്ന് നിങ്ങളോട് സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് ഈ നവമാധ്യമ കൂട്ടായ്മ ഇന്ന് സംസാരിക്കുന്നതിന് വേണ്ടി എനിക്ക് അനുവാദം നൽകിയിട്ടുള്ള ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും അതിൻ്റെ ഭാരവാഹികളോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലാൽ സലാം.